ഒരു വൃദ്ധൻ നടന്നു പോവുകയാണ്. വഴിയിൽ ആ വൃദ്ധൻ ഒരു കുട്ടി കിടന്ന് കരയുന്നതാണ് കാണുന്നത്. വളരെ അമ്പരപ്പോടു കൂടി ആ വൃദ്ധൻ ആ കുട്ടിയെ നോക്കി നിന്നു. അല്പനേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. ആ വൃദ്ധൻ ആ കുട്ടിയെ വാരിപ്പുണർന്ന് എടുത്തു, മാറോട് ചേർത്തു. ആ കുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വൃദ്ധൻ പാടുകയാണ്, तू हिंदू बनेगा न मुसलमान बनेगा, इंसान की औलाद है इंसान बनेगा, तू हिंदू बनेगा न मुसलमान बनेगा, इंसान की औलाद है इंसान बनेगा, मालिक ने हर इंसान को इंसान बनाया, हमने उसे हिंदू या मुसलमान बनाया, मालिक ने हर इंसान को इंसान बनाया, हमने उसे हिंदू या मुसलमान बनाया, कुदरत ने जो बख्शी थे हमें एक ही धरती, हमने कहीं भारत कहीं ईरान बनाया, तू हिंदू बनेगा न मुसलमान बनेगा, इंसान की औलाद है इंसान बनेगा. ശരിയാണ്, ജഗന്നിയന്താവ് എല്ലാ മനുഷ്യരെയും പടച്ചിട്ടുള്ളത് മനുഷ്യനായി തന്നെയാണ്. നാം അവരെ ഹിന്ദുവെന്നും മുസൽമാനെന്നും ക്രിസ്ത്യാനിയെന്നും വിളിച്ചു. അതുപോലെ തന്നെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്, ഒരു ലോകം പടച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. നാം അതിനെ ഇന്ത്യയെന്നും ഇറാനെന്നും ഇറാഖെന്നും വിളിച്ചു. ഈ വിഭജനത്തിൻ്റെ ആവശ്യമുണ്ടോ? നാം ഏക സഹോദരന്മാരായി ജീവിക്കുക, അതാണ് നാം പാലിക്കുക.